ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വെറും 3 മിനിറ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു അടിപൊളി ചായക്കടിയായിട്ടാണ്. മാത്രമല്ല നമ്മുടെ വീട്ടിലുള്ള 3-4 ചേരുവകൾ മതിയിട്ടത് ഉണ്ടാക്കാൻ. ടേസ്റ്റ് വേറെ ലെവലാണ്. അപ്പോൾ ഈ കിടു ചായക്കടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 5 ബ്രെഡാണ് കേട്ടോ എടുത്തത്. ചെറിയ ബ്രെഡാണ്, വലുതൊക്കെയാണെന്നുണ്ടെങ്കിൽ 4 മതി. അപ്പോൾ ബ്രെഡ് നമുക്ക് ചെറിയ ചെറിയ പീസായിട്ടൊന്ന് കട്ട് ചെയ്യുക. ഇതുപോലത്തെ പീസാക്കിയിട്ട് കട്ട് ചെയ്താൽ മതിയിട്ടല്ല, അത് പറ്റ ചെറുതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ബ്രെഡെല്ലാം ഞാൻ ഈ ഒരു വലിപ്പത്തിലുള്ള പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാനുള്ളത് സവാളയാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ നേരിയതായിട്ട് നീളത്തിലാണ് കേട്ടോ കട്ട് ചെയ്തത്. അപ്പോൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ സവാള നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ബ്രെഡിനനുസരിച്ചിട്ടാണ് കേട്ടോ സവാള എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്തതാണ് ചേർക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് പച്ചമുളകാണ്. എരിവിനനുസരിച്ച് പച്ചമുളക് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്തത്. പിന്നെ 1 ടീസ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. അപ്പോൾ ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു 1/4 ഭാഗം, അതും ചെറിയൊരു ക്യാപ്സിക്കത്തിൻ്റെ 1/4 ഭാഗം അതുപോലെ നീളത്തിൽ കട്ട് ചെയ്താണ് കേട്ടോ എടുത്തത്. ഇനിയിപ്പോൾ ക്യാപ്സിക്കം കയ്യിലില്ലെങ്കിൽ അത് ഇട്ട് കൊടുക്കണ്ട കേട്ടോ, അതിന് പകരം കുറച്ചും കൂടി സവാള ചേർത്താൽ മതി. പിന്നെ 3 ടേബിൾ സ്പൂൺ കടലമാവാണ് ചേർക്കുന്നത്. പിന്നെ നമുക്കിനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ബ്രെഡിൽ ആൾറെഡി ഉപ്പുണ്ട്, അപ്പോൾ കടലമാവിലേക്കും വെജിലേക്കും ഉള്ള ഉപ്പിട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1/4 ടീസ്പൂണിലും പകുതി ഗരം മസാല ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ കളറിന് ആവശ്യത്തിന് ഒരു മുളക് പൊടിയാണ് ചേർക്കുന്നത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് കേട്ടോ ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇത് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കണം. അപ്പോൾ കൂടുതലൊന്നും ചേർക്കേണ്ട, വെറും 1/4 കപ്പ് വെള്ളം മാത്രമാണ് കേട്ടോ ഞാനിതിലേക്ക് ചേർത്തത്. വെള്ളം അധികമായാൽ ഇത് വേവാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ വെറും 1/4 കപ്പ് വെള്ളം മാത്രം ചേർത്തൊന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ ആയിരിക്കും നമ്മുടെ മിക്സ് കിട്ടുക. അപ്പോൾ കയ്യിൽ നിന്ന് ഇതുപോലെ ഒന്ന് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ എണ്ണ അത് നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടാണ് കേട്ടോ ഫ്രൈ ചെയ്യേണ്ടത്. ബ്രെഡ് ആയതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് ഫ്രൈ ചെയ്താൽ എണ്ണ കുടിക്കും. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ കരിഞ്ഞ് പിടിക്കുകയും ചെയ്യും. അപ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് ഇതുപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ നിറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ് കേട്ടോ ഇത്. സാധാരണ നമ്മൾ പക്കോടയൊക്കെ ഉണ്ടാക്കുന്ന പോലെയല്ല, എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ. സാധാരണ പക്കോടയേക്കാൾ കൂടുതൽ ടേസ്റ്റാണ് ഇതുപോലെ ബ്രെഡ് കൊണ്ട് പക്കോട ഉണ്ടാക്കിയാൽ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കൊണ്ടു. എളുപ്പമാണ്, പിന്നെ നല്ല ടേസ്റ്റുമാണ്, പിന്നെ നല്ല ക്രിസ്പി ആയിട്ടാണ് കേട്ടോ ഈ പക്കോട ഇരിക്കുന്നത്. ചൂട് കട്ടൻ ചായയുടെ കൂടെ ടൊമാറ്റോ സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കുമ്പോൾ വേറെ ലെവൽ ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ള ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. പിന്നെ നമ്മുടെ ഈ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലുള്ള നല്ല അടിപൊളി വെറൈറ്റി റെസിപ്പികളുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്